പക്ഷെ എപ്പോഴും പറയും എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുതിലെ തൊട്ട് ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിലായിരുന്നു. അപ്പോൾ ഒരിക്കൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിരുന്ന 3 പേരാണ് പിന്നീട് ഇതേ മരുന്നുകളുടെ ലോകത്ത് വന്നിരിക്കുന്നത്. അതിനൊരു കൗതുകമുണ്ട് ആയിരിക്കും. ആദ്യം ഭയങ്കര വിഷമമായിരുന്നു. വിളിക്കാൻ ചോദിക്കും എന്തിനാ അവരിങ്ങനെ പറയുന്നത്, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള ഭാവത്തിൽ വന്നിട്ട് മോളെ കൺഗ്രാജുലേഷൻസ് ഗംഭീരായി എന്നൊക്കെ പറയുക. അപ്പൊ സൈഡക്ട് വന്നപ്പോൾ തന്നെ പറഞ്ഞു വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലേ അവിടെ പൊക്കൂടെ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് നെക്സ്റ്റ് ചെയ്ത് അവരുടെ മോളെ സൈഡക്ട് തന്നെ. അഭിമാനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷത്തിലാണ് ഞങ്ങൾ ആരുടെയും ജീവിതത്തിൽ ഇങ്ങനെ പഠിക്കണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാണ്. കാരണം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പഠിക്കുക, ആസ്വദിച്ച് പഠിക്കുക, ഒട്ടും സ്ട്രെസ് ഇല്ലാതെ. നീറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത് സംനയാണ്, അതിന് താഴെയുള്ളത് സഫയാണ്. ഇവർ രണ്ടുപേരും കൂടാതെ ഒരാൾ കൂടി ഉണ്ട് ഞാനിവിടെ ഇരുത്തേണ്ടയാൾ. അയാളുടെ പേര് സന എന്നാണ്. 3 പെൺകുട്ടികളാണ്, സന, സംന, സഫ. ചേച്ചി പക്ഷേ കഴിഞ്ഞ വർഷം അല്ല റിപ്പീറ്റ് ചെയ്തു. പക്ഷേ ചേച്ചിയും ഡോക്ടറാണ്. ഒരു വീട്ടിൽ 3 പെൺകുട്ടികൾ. ഒരാൾ ഓൾറെഡി ഡോക്ടറായി, 2 പേര് ഇതാ 700-നടുത്ത് മാർക്കൊക്കെ വാങ്ങി ഡോക്ടറാവാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഒരു വലിയ കാലത്തിൻ്റെ കഥ ഇവർക്ക് ഇങ്ങനെ പറയാനുണ്ട്. ഇവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോൾ, ചേച്ചിയും അനിയത്തിയും ഒന്നിച്ചിരിക്കുമ്പോൾ പോലും അതിൽ എന്തോ കൗതുകമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ചേച്ചി നല്ല ഇത്തി എന്താ വിളിക്കാറുണ്ടെങ്കിൽ ഇത്തി അല്ലേ, ഇത്തി എന്നാണ് ചേച്ചിയെ സഫ വിളിക്കാറുള്ളത്. സനയെ മോള് വിളിക്കാറുള്ളത് താത്തി അല്ലേ. ഇത്തിയും താത്തിയും ഒക്കെയാണ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും. കാണുമ്പോൾ രണ്ടുപേരും ഒരുപോലെയൊക്കെ ഉണ്ടെങ്കിലും 2-3 വർഷത്തെ വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ. +2 ഒക്കെ കഴിഞ്ഞ് ഒരു വട്ടം +2 കഴിഞ്ഞ് ഉടനെ നമ്മൾ ക്രാഷ് കോഴ്സൊക്കെ ചെയ്ത് നീറ്റ് എക്സാമിനേഷൻ എഴുതി നോക്കില്ലേ, അങ്ങനെ നീറ്റ് എക്സാമിനേഷൻ എഴുതി നോക്കിയിട്ട് നീറ്റ് എന്നെ കൊണ്ട് പറ്റൂല എന്ന് തോന്നി ഉപേക്ഷിച്ച് BSc മാത്സ് പഠിക്കാൻ വേണ്ടി പോയി സംന. BSc മാത്സ് 3 കൊല്ലം ഭംഗിയിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും തൊട്ട താഴെയുള്ള ആള് റിപ്പീറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പം അയാൾക്കൊപ്പം ഞാനൊന്നും ഇവിടെ എൻട്രൻസ് എഴുതി കളയാമെന്ന് തീരുമാനിച്ച് BSc മാത്സ് കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് എഴുതാൻ വേണ്ടി സൈലത്തിൻ്റെ കോട്ടയം ക്യാമ്പസിലേക്ക് വന്നയാളാണ് സംന. അപ്പോൾ സംന ഒരു ധീരമായ തീരുമാനമാണ് എടുത്തത്. BSc കഴിഞ്ഞ് വന്നു എന്നുള്ളത് കൊണ്ടല്ല ഞാൻ അതിനെ ധീരമായ തീരുമാനം എന്ന് വിളിച്ചത്. BSc ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കേൾക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. വേറെ പണിയൊന്നുമില്ലേ, പ്രായമായി വരികയല്ലേ, വീണ്ടും ഇയർ വേസ്റ്റ് ചെയ്യണോ, ബുദ്ധിയുള്ള എന്തെങ്കിലും തീരുമാനം എടുത്തുകൂടെ. ഇവരെ രണ്ടാളെ സംബന്ധിച്ചിടത്തോളം ചോദ്യം അതിൻ്റെ എക്സ്ട്രീം ലെവലായിരുന്നു. കാരണം ഒരു വീട്ടിൽ 3 പെൺകുട്ടികളുള്ളത് നമുക്കിപ്പോഴും ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് 3 പെൺകുട്ടികളല്ലേ, അത് നിങ്ങൾ ആലോചിക്കണ്ടേ, ഇയർ വേസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ട് 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 ഇവരെക്കാൾ കൂടുതൽ ഇത് കേട്ടത് ഉമ്മയും ഉപ്പയാണല്ലേ. ഉമ്മച്ചിയും വാപ്പച്ചിയാണ് ഇവരെക്കാൾ കൂടുതൽ ഇത് കേട്ടത്. എന്നിട്ടൊന്നും പക്ഷെ ഉമ്മച്ചിയും വാപ്പച്ചിയും ഇവരുടെ മുമ്പിൽ ഒരിക്കൽ പോലും അത് കേട്ടതിൻ്റെ സങ്കടമോ പ്രയാസമോ ഒന്നും കാണിച്ചിട്ടില്ല. 3 പെൺകുട്ടികൾ ഞങ്ങൾക്കുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന തോന്നലോടുകൂടിയാണ് ഇന്ന് ഈ നിമിഷം വരെയും ഇവരെ 3 പേരെയും ആ ഉമ്മച്ചിയും വാപ്പച്ചിയും ട്രീറ്റ് ചെയ്തത്. അവരെ നമുക്ക് കാണണം, അവരെ നമുക്ക് കേൾക്കണം, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ നീറ്റ് എക്സാം കഴിഞ്ഞ് എഴുതി വന്ന് ഇത്രയും ഗംഭീരമായ മാർക്ക് വരെ വാങ്ങി വന്ന കുഞ്ഞുങ്ങളോട് ഫാമിലിയിലുള്ള ആളോട് ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചത്? ജയിക്കാൻ എന്താ ചോദിച്ചത്? പാസ്സാവാനുള്ള മാർക്കെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ തള്ളിക്കളഞ്ഞ മക്കളാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ച് രസിച്ച് വന്ന് നിൽക്കുന്നത്. അവർക്കൊപ്പം ഇരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. അത് 3 പെൺകുട്ടികൾ ഡോക്ടറായി എന്ന കഥയുടെ അഭിമാനം അല്ല, 3 പെൺകുട്ടികളല്ലേ എന്ന് ചോദിച്ച ലോകത്തോട് അതെ 3 പെൺകുട്ടികളാണ്. ഇനി ഞങ്ങൾ 3 പെൺകുട്ടികളുടെ മുമ്പിലും ഡോക്ടർ എന്നുണ്ട് എന്ന് ഇങ്ങനെ ഇരുന്ന് പറയുന്നിടത്തേക്ക് ഇവർ വളർന്ന വളർച്ചയ്ക്ക് ഒപ്പം ഇരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു ഇങ്ങനൊരു മറുപടി പറയാൻ പറ്റിയത്? നിങ്ങൾക്ക് ചോദിച്ചില്ലേ പാസ് മാർക്കൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചില്ലേ? അങ്ങനെ ചോദിച്ചവരോട് ഈ മാർക്ക് കൊണ്ട് മറുപടി പറയാൻ കഴിയും എന്ന് സ്വയം ഫീൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി. കാരണം ഇത്രയും നാള് ഈ വീട്ടില് അമ്മച്ചിയും അപ്പച്ചിയും ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാ, അവന്റെ വിലയൊന്നും കൊടുക്കത്തില്ല. ചേച്ചി BDS ചേർന്ന ശേഷം അവര് പിന്നെയെങ്കിലും ഇത്രയും കൺസിഡർ ചെയ്ത് തുടങ്ങി. അപ്പം ഇനി നമ്മൾ കൂടി ഡോക്ടർ ആകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഇതെടുക്കുമ്പോൾ ഭയങ്കര ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. കുടുംബത്തിൽ ഉമ്മച്ചിക്കും ബാപ്പച്ചിക്കും കിട്ടുന്ന സ്ഥാനം അല്ലേ.
ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും കുടുംബത്തിൽ വലിയ സ്ഥാനമൊന്നും കിട്ടുന്നില്ല എന്ന തോന്നൽ സത്യത്തിൽ നന്നായി പഠിക്കണം എന്ന തോന്നലിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുണ്ടാ? ശരിക്കും എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ച് ആളായാൽ, ഇപ്പം ചേച്ചി ഡോക്ടർ ആകുമ്പോഴാണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും അല്പമെങ്കിലും വാല്യൂ ഞങ്ങളെ കുടുംബത്തെ കിട്ടിയത്. ഞങ്ങൾ ആ വാല്യൂ കൂട്ടും എന്ന് ഉറപ്പിച്ച് തന്നെയാണോ പഠിച്ചത്? ആണോ? എന്നിട്ട് ഞാൻ കേട്ടത് കോട്ടയം സെൻറ്ററിൽ വന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചുപോയി എന്നൊക്കെ കേട്ട്. എനിക്കറിയാൻ തിരിച്ചു പോകുന്നത്. കാരണം രണ്ടാളും ഒന്നിച്ച് റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോൾ സ്വാഭാവികമായും വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞാണ് മോള് വരുന്നത്. ആ ഗ്യാപ്പ് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോൾ മോക്കുണ്ടാവുന്ന ടെൻഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഒന്നും അങ്ങ് സെറ്റ് ആവുന്നുണ്ടാവില്ല. ആ ടെൻഷൻ്റെ തുടർച്ച എന്തായാലും ഇങ്ങോട്ടേക്കും ഉണ്ടാവും. അപ്പോൾ ഒന്നിച്ച് അവിടെ നിന്ന് പോകാന്നുള്ള തീരുമാനമൊക്കെ എടുക്കും. എന്തായാലും നിങ്ങൾ തിരിച്ചു വന്നു അല്ലേ? വിഷ്ണു സാറ് വിളിച്ചു, നിങ്ങൾ തിരിച്ചു വന്നു, ഇവിടം വരെയൊക്കെ എത്തി. അതവിടെ ഇരിക്കട്ടെ. എന്നാലും ഈ 3 കൊല്ലത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വരുമ്പോൾ മോളുടെ അവസ്ഥ എന്തായിരുന്നു? ശരിക്കുള്ള അവസ്ഥ എന്തായിരുന്നു? ഒത്തിരി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ സൈലുള്ളതുകൊണ്ട് ഈസി ആയിരുന്നു പഠിക്കാൻ. വീഡിയോ ക്ലാസ് കാണും, അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ ടഫായിട്ടൊന്നും തോന്നിയില്ല. കുറച്ച് ഗ്യാപ്പ് വന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലാണ്ടൊക്കെ ഓക്കെ ആയിരുന്നു. എന്നാലും ഏത് കോളേജിലാണ് പഠിച്ചത്? ഡിഗ്രി MG കോളേജ്, ട്രിവാൻഡ്രം MG കോളേജ്. അപ്പോൾ MG കോളേജിലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ കുറേ അല്ലേ? ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു മാത്സിൻ്റെ ക്ലാസ്സിൽ? 45 പേരുണ്ടായിരുന്നു. ഈ 45 പേരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാത്സും കഴിഞ്ഞിട്ട് MBBS കിട്ടണം എന്ന് വിചാരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പോവാ. ഒരാളാണ് പോകുന്നത്. ബാക്കിയുള്ളവരുടെ ഫീൽ എന്തായിരിക്കും? എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോ അവരാരെങ്കിലും? വേണോന്നൊക്കെ ചോദിച്ചു കുറച്ച് പേര്. പിന്നെ അല്ലാണ്ട് ആരുമില്ല. അവർ ഫ്രണ്ട്സൊന്നും ഒരിക്കലും കളിയാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സൊന്നും ഒരിക്കലും ഇയർ എന്തിനാ വേസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഇത്തരം ചോദ്യങ്ങൾ, പിന്നെ കല്യാണത്തിനെ കുറിച്ചുള്ള ചോദ്യം, ഇതൊന്നും ആരും ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സൊന്നും അല്ല പ്രശ്നം, വേറൊരു ജനറേഷനാണ് അല്ലേ പ്രശ്നം അല്ലേ? നമുക്ക് പറയാൻ പറ്റണം, വേറൊരു ജനറേഷൻ പ്രശ്നമാണ്. കമ്മലിടാത്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ? എന്താ പറഞ്ഞ? രണ്ടുപേരും കമ്മലിടില്ലല്ലോ. ഇല്ല, അപ്പൊ എന്താ പറഞ്ഞത്? കമ്മലിടാണ്ട് ഈ ഹോള് കടന്നു പോകുമ്പോ പെട്ടെന്ന് കുത്തണം, കാത് കുത്തണം, കല്യാണമൊക്കെ കഴിക്കണ്ടല്ലേ, ഉടനെ കല്യാണമൊക്കെ വരുന്നില്ലേ എന്നൊക്കെ പറയും. മോളോട് പറഞ്ഞു അത്? ഇല്ല, മോളോട് പറഞ്ഞു. മോള് മുതിർന്ന ആളായതുകൊണ്ട് പെട്ടെന്നല്ലേ ഓർഡറിൽ വെച്ചിട്ടുണ്ടല്ലേ, ഇനി മോളാണ് കല്യാണം കഴിക്കേണ്ട അല്ലേ? അപ്പൊ ആളുകൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് കല്യാണമൊക്കെ. എന്നിട്ട് കമ്മലിടണം അല്ലെ, കാത് കുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുടി കട്ട് ചെയ്തപ്പോ പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞേ? ലോങ് ഹെയർ ആയിരുന്നു. അപ്പൊ ഷോർട്ട് ചെയ്തപ്പോ ചോദിച്ചു എന്തിനാ വെട്ടിക്കളയുന്നേ, ഇപ്പൊ മാരേജ് ഒക്കെ വരുന്നല്ലേ, അങ്ങനെ വെട്ടാവോ? അങ്ങനത്തെ ആ ഒരു മെന്റാലിറ്റി ഞാൻ പറയും. ഇങ്ങനെയൊക്കെ ആളുകൾ ഒരു പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടുമ്പോൾ നമ്മൾ കമ്മലിടണോ, നമ്മൾ മുടി വെട്ടണോ എന്നൊക്കെ മറ്റുള്ളവർ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട് അല്ലേ? എന്താ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു ആ സമയത്തൊക്കെ? എനിക്കത് കേൾക്കുന്നതിന് വലിയ സന്തോഷമൊന്നുമില്ല. ആ ഫീൽ എനിക്ക് ഇഷ്ടമുള്ളതും അല്ല. അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് ദേഷ്യം. എന്നാലും ആ ഫീല് ഇനിയൊരു കുഞ്ഞിന് ഫീൽ ചെയ്യാത്ത രീതിയിലേക്ക് ലോകം മാറണം എന്ന ആഗ്രഹം എനിക്കുണ്ട്. അത് ചോദിക്കുന്ന ആളുകളും കൂടി ഇത് കേൾക്കണം. ഇങ്ങനെ ഫീൽ ചെയ്യും ഞങ്ങൾ ചോദിക്കുന്നത് കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്കെന്ന് അവർക്ക് തോന്നണം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താ അവരോടൊക്കെ തോന്നിയത്? ഇങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളോട് എന്തായിരുന്നു തോന്നിയത്? ആദ്യം ഭയങ്കര വിഷമമായിരുന്നു. ചോദിക്കാം എന്തിനാ അവരിങ്ങനെ പറയുന്നത്, അങ്ങനെ ചോദിക്കാൻ. പിന്നെ മനസ്സിലായി അവരങ്ങനെയാണ്. മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അതേ വഴിയുള്ളൂ. വിട്ടു, മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. മൈൻഡ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു, രണ്ടുപേരും തീരുമാനിച്ചു. എന്നാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ അവരോട് ദേഷ്യമാണോ തോന്നിയത്, സിമ്പതിയാണോ തോന്നിയത്? അവരിങ്ങനെ ആയിപ്പോയല്ലോ, സിമ്പതിയാണ് തോന്നിയത്. ആ കാര്യത്തിൽ ഇവർക്കൊരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നവർ കേൾക്കേണ്ട. ഇത്രയും നേരം ഇതിങ്ങനെ പതിഞ്ഞ് പറഞ്ഞെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ അവർ വളരെ സോളിഡായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് സന്തോഷം. നിങ്ങളോടൊക്കെ സിമ്പതിയാണ് ഞങ്ങൾക്ക് എന്നവർ പറഞ്ഞു. പലപ്പോഴും കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ അപ്പോൾ മാത്രമേ അവരുടെ ചുറ്റും ഈ കുട്ടിക്കാലം ഇങ്ങനെ ഭംഗിയിലുള്ളൂ. കുട്ടിക്കാലത്തിന് ഭയങ്കര ഭംഗിയുണ്ട്. മുതിരുന്നതിനനുസരിച്ച് നമുക്ക് ആ ഭംഗിയുള്ള കുട്ടിക്കാലം വേണമായിരുന്നു, തിരികെ വേണമായിരുന്നു എന്നൊക്കെ ആഗ്രഹിച്ചാണ് നമ്മളിൽ പല ആളുകളും വലുതാവുന്നത്. നമ്മളിങ്ങനെ ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് ഇല്ലാതാക്കി കളയുന്നത് സത്യത്തിൽ ഇവരുടെയൊക്കെ കുട്ടിക്കാലമാണ്. ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന, പഠിക്കുന്ന അല്ലേ, കാതുകുത്താതെ നടക്കുന്ന, മുടിവെട്ടി നടക്കുന്ന, രസമായി ജീവിതത്തിനെ കണ്ട് നടക്കുന്ന ഈ കുഞ്ഞു മക്കളോടാണ് പോയിട്ട് കല്യാണം ഉടൻ കഴിക്കണ്ടേ, കാതടഞ്ഞു പോവില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അവരുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ബോധം, ഞങ്ങൾ കുട്ടിയല്ല, ആ കാലം കഴിയുകയാണ്, കല്യാണത്തിൻ്റെ ഒക്കെ നേരമായിരിക്കുന്നു എന്നൊരു ബോധം നാം ഇങ്ങനെ പതിയെ 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 ഇൻജക്റ്റ് ചെയ്താണ് രസമുള്ള കുട്ടിക്കാലം ഇല്ലാതാക്കി കളയുന്ന. അങ്ങനെ ഇല്ലാതാക്കി കളയുന്ന മുഴുവൻ മനുഷ്യരോടും, പെൺകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കയറി ഇടപെടുന്ന മുഴുവൻ മനുഷ്യരോടും സിമ്പതിയാണ് എന്നിവരിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഉമ്മച്ചിയും വാപ്പച്ചിയും ഒരിക്കലും അതിനൊന്നും ചെവി കൊടുത്തിരുന്നില്ല അല്ലേ?
എന്ത് ചെയ്യായിരുന്നു ഉമ്മച്ചിയും വാപ്പച്ചിയും അവിടെ ട്രിവാൻഡ്രത്ത് അല്ലേ സ്ഥലം? ട്രിവാൻഡ്രത്ത് എന്തായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്? വെഞ്ഞാറമൂട്. എന്ത് ചെയ്യായിരുന്നു വെഞ്ഞാറമൂട്ടിൽ ഉമ്മച്ചിയും വാപ്പച്ചിയും ഒക്കെ? ജോലിയൊക്കെ എന്തായിരുന്നു ചെയ്തത്? മെഡിക്കൽ ഷോപ്പായിരുന്നു, ഫാർമസിസ്റ്റ് ആയിരുന്നു. വാപ്പച്ചി അവിടെ തന്നെയായിരുന്നു. അപ്പോൾ മരുന്നുകളുടെ ഒരു ലോകത്തിരിക്കുമ്പോൾ തോന്നുന്ന തോന്നലുണ്ടാവും അല്ലേ? മക്കളൊക്കെ ഡോക്ടറായി കാണുന്ന എപ്പോഴും അല്ലേ? ഒരു ഫാർമസിസ്റ്റിൻ്റെ ഒക്കെ ലൈഫിൽ എപ്പോഴും നിറയെ മരുന്നുകളാണല്ലോ. അങ്ങനെ തോന്നാറുണ്ടായിരുന്നു? ഉമ്മച്ചിയുടെയും വാപ്പച്ചിയുടെയും ഷോപ്പിലേക്ക്, ഫാർമസിയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ കാണുന്ന ചിത്രങ്ങൾ, മരുന്നുകൾ, ഇതൊക്കെ കണ്ടാണോ ആദ്യമേ ഈ ഫീൽ ഉണ്ടായത്? ഡോക്ടർ എന്നൊക്കെ, അതോ താത്തയെ കണ്ടിട്ടാണോ ഫീൽ ഉണ്ടായത്? ആദ്യമേ ഉണ്ടായിരുന്നു. ചെറുതിലെ തൊട്ട് ഞങ്ങള് മെഡിക്കൽ സ്റ്റോറിലായിരുന്നു. അപ്പോഴേ ഒരു ആഗ്രഹമായിരുന്നു. ചെറുതിലെ മെഡിക്കൽ സ്റ്റോറിൽ പോയിരിക്കുമായിരുന്നു? രണ്ടാളും പോയിരിക്കുമായിരുന്നു? 3 പേരും ഉണ്ടായിരുന്നു. 3 പേരും പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിരുന്ന 3 പേരാണ് പിന്നീട് ഇതേ മരുന്നുകളുടെ ലോകത്ത് വന്നിരിക്കുന്നത്. അതിനൊരു കൗതുകമുണ്ട് ആ ഇരിപ്പിൽ. എന്നിട്ട് ആ കാലം മുതലേ ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു? എനിക്കില്ല, കുഞ്ഞിലെ മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് നോക്കെന്തായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു? ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. 12th കഴിഞ്ഞപ്പോൾ വാപ്പി ചോദിച്ച എന്താ നെക്സ്റ്റ് പ്ലാൻ, എന്താ എനിക്ക് ഒരു ഐഡിയ ഇടുക, ഒന്നും വേണ്ടിയില്ല. അപ്പൊ വാപ്പി ചോദിച്ചാൽ എൻട്രൻസ് എഴുതുന്നുണ്ടോ? അപ്പൊ എനിക്ക് ഒരു ഐഡിയ ആകുമ്പോൾ ഒന്നും വേണ്ടിയില്ല. എനിക്ക് നമ്മൾ നോക്കാം എന്ന് പറഞ്ഞ സൈലത്തിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് MBBS വേണം, എന്താ മെഡിക്കൽ ഫീൽഡിൽ വരണം എന്ന് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ ചേഞ്ച് ആയി പെട്ടെന്ന്. അവിടെ എല്ലാരും കണ്ടു, എല്ലാരും ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു അല്ലേ കോട്ടയം സൈലം? ഞാനവിടെ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ഭയങ്കര സെലിബ്രേഷനിലായിരുന്നു. നമ്മളൊരു പടമൊക്കെ എടുത്തിട്ടുണ്ട് ഒരിക്കൽ അല്ലേ കോട്ടയം സൈലത്ത്? നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളെ കുറേ പേരൂടെ ഞാൻ ഫോട്ടോ എടുത്തതിനൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. നിങ്ങളുടെ മെൻറ്റേഴ്സൊക്കെ ഡാൻസൊക്കെ ചെയ്ത് ഭയങ്കര അടിപൊളി ലോകമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലോകമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇങ്ങനെ തുരുതുരാ വലിയ മാർക്കുകൾ ഉണ്ടായി വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കോട്ടയത്ത് സൈലം ആദ്യം ഒരു ക്യാമ്പസ് തുടങ്ങുന്നു, വേറെ തന്നെ ഒരു അന്തരീക്ഷം കോട്ടയം നഗരത്തിൽ വന്നിട്ട് സൈലം ഉണ്ടാക്കുന്നു. അതിനകത്ത് നിങ്ങളെപ്പോലെ കുറേ ആളുകൾ ഇങ്ങനെ കയറി വരുന്നതിനൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ശരിക്കും? ഇപ്പോൾ സൈലം ലൈഫ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്? എന്തൊക്കെയായിരുന്നു അവിടെ ഭയങ്കര രസമായി തോന്നിയത് ഹോസ്റ്റലിലൊക്കെ? സ്ട്രെസ് ആയിട്ടില്ല, ശരിക്കും ഭയങ്കര കൂളാ. അപ്പൊ ഫ്രണ്ട്സ് ആയാലും കൂടെ ഉള്ളവരായാലും ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പം വിഷമിച്ചിരിക്കുന്ന ആളുമ്പോഴത്തേക്ക് അവർ വന്ന് ഭയങ്കര നന്നായിട്ട് സംസാരിച്ച് നമ്മളെ കൂളാക്കും. അവര് മെന്റൽസ് ആയിട്ടുള്ള ഭയങ്കര സപ്പോർട്ട്. എല്ലാവരും സപ്പോർട്ടായിരുന്നു, ഒട്ടും സ്ട്രെസ് ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പോയി തിരികെ വന്ന ഒരു വരവുണ്ടല്ലോ, അതിനുശേഷം ഒട്ടും സ്ട്രെസ് ഇല്ലാതെയാണ് കൊല്ലത്തിന്റെ അവസാനം വരെ കടന്നുപോയത്. പഠിച്ചു തീർക്കാൻ പറ്റും എന്നൊക്കെയുള്ള കോൺഫിഡൻസ് വേഗം തന്നെ ഉണ്ടായിരുന്നു. എന്നാലും ഇത്തിക്ക് പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? തോന്നിയിട്ടില്ല. 3 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് ഇത്തി കുറച്ച് പ്രശ്നത്തിലാണ്, എനിക്ക് പറ്റും പക്ഷേ ഇത്തിക്ക് പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെക്കാട്ടി കുറച്ച് ബ്രില്യൻ്റ് ആണ്. അത് വീട്ടിലിങ്ങനെ പറയും. അത് പണ്ട് മുതലേ അവൾ ഭയങ്കര എല്ലാത്തിലും ഭയങ്കര ഇൻവോൾവ് ചെയ്യുന്നു. അതിനെക്കാട് അതെനിക്കറിയാം. കാരണം അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമാണ് BSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് മാത്സും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ എൻട്രൻസ് എഴുതി റാങ്ക് വാങ്ങും എന്ന കോൺഫിഡൻസോടുകൂടെ ചിന്തിക്കാൻ കഴിയും. എനിക്കതിലും മോളോട് ഭയങ്കര ബഹുമാനമുണ്ട്. മോളെടുത്ത ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് ഭയങ്കര സ്റ്റാൻഡാണ്. ഒരു പെൺകുട്ടി പുതിയ കാലത്ത് ഇത്തരം ചോദ്യങ്ങളെ ഫേസ് ചെയ്യുന്നിടത്തുനിന്നെടുത്തതിൽ ഏറ്റവും പവർഫുള്ളായ സ്റ്റാൻഡാണ്. അതിനോട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻട്രൻസ് ഒക്കെ കഴിഞ്ഞു, ഇത്ര മാർക്കൊക്കെ നിങ്ങൾക്കുണ്ട് എന്ന് ഇപ്പം അറിഞ്ഞോ ഫാമിലിയിലെല്ലാവരും? പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ വീഡിയോ വരുമ്പോൾ അവരൊക്കെ കാണില്ലേ അത് അല്ലേ? എന്തായിരിക്കും അവരൊക്കെ ഫീല് കാണുമ്പോൾ? നമ്മൾ ആരുടെയും പേരൊന്നും പറയുന്നില്ല, ആ പേരൊക്കെ അവർ തന്നെ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ അവർക്ക് മനസ്സിലാവണം. ഞാൻ എപ്പോഴും ഇത് പറയും, എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും, എല്ലാവരുടെ ലൈഫിലും ഒരു കാരണമില്ലാതെ ചുമ്മാ കയറി ഇടപെടുന്ന മനുഷ്യരുണ്ടാവും. അതുകൊണ്ട് നിന്നുപോയ ആളുകൾ ഒരുപാടുണ്ട്. നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോയി. പലർക്കും ഓവർകം ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ പാരൻ്റൽ ഓഡിയൻസൊക്കെ പലപ്പോഴും ഇത്തരം ചോദ്യങ്ങളുടെ അഭിപ്രായങ്ങളുടെ ഒക്കെ ഇരകളായിരിക്കും. ഫാമിലി അത് പറയുന്നു, സൊസൈറ്റി ഇത് പറയുന്നു, നമുക്കിത് വേണോ എന്നൊക്കെ പലപ്പോഴും ചോദിച്ച് കുറേ പേരുടെ ആഗ്രഹമൊക്കെ അങ്ങ് നിന്നു. നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത് പോയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. ഈ ഇരിപ്പിൽ തന്നെ നമുക്കത് പറയാൻ പറ്റണം, കാരണം അത് ഒരുപാട് പേര് അനുഭവിക്കുന്ന സങ്കടമാണ്. എന്ത് തോന്നുന്നു? ചമ്മലുണ്ടാവുമോ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ? ശരിക്കും ഉണ്ടാവും. നാളെ നിങ്ങളെ ഫേസ് ചെയ്തിട്ട് അവർ എന്ത് പറയുമെന്ന് വിചാരിക്കുന്നത്? അവിടെ പോയി അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറയുമോ, അതോ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള ഭാവത്തിൽ വന്നിട്ട് മോളെ കൺഗ്രാജുലേഷൻസ് ഗംഭീരായി എന്നൊക്കെ പറയുമോ? അങ്ങനെ പറയും അല്ലേ? അപ്പോൾ ഭയങ്കര എന്താ നമ്മൾ പറയുക, ഡബിൾ ഫേസ് അല്ലേ? അപ്പോൾ അത് പോട്ടെ. അപ്പോൾ അവരങ്ങനെ പറയട്ടെ. അത് പറയുമ്പോൾ നമ്മൾ ഉള്ളിലൊരു ചിരിച്ചിരിക്കില്ലേ? അവരെ കൊണ്ട് തന്നെ നമ്മൾ തിരുത്തി പറയിപ്പിച്ചു എന്നുള്ള ചിരി നമ്മൾ ചിരിക്കില്ലേ? അപ്പോൾ ഈ വീഡിയോ പുറത്തു വരുന്ന ദിവസമാണ് നമ്മളുടെ ഉമ്മച്ചിയുടെയും ഉപ്പച്ചിയുടെയും നമ്മളുടെയും ഒക്കെ ലെവൽ ഒറ്റയടിക്ക് മാറാൻ പോകുന്ന ദിവസം അല്ലേ?
അപ്പോൾ ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഞാനിത് പറയുന്നത്. ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അവരുടെ ഒക്കെ ലൈഫിൽ ചുമ്മാ കയറി നമ്മളിൽ പലരും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇടപെട്ടാണ് അവരുടെയൊക്കെ സ്വപ്നങ്ങളെയൊക്കെ നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞത്. ഭയങ്കര രസമുള്ള സ്വപ്നങ്ങളും എന്തും ചെയ്യാനുള്ള ആവേശമൊക്കെ കാണിക്കുന്ന പ്രായമാണ് ഇവരുടെയൊക്കെ പ്രായം. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും 3 കൊല്ലം BSc മാത്സിന് പോയി MG കോളേജ് പോലത്തെ ഒരു സ്ഥലത്ത് ഒരു കോളേജ് അന്തരീക്ഷത്തിൽ പഠിച്ച് 3 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ എൻട്രൻസ് എഴുതുമെന്ന് തീരുമാനിച്ച്. സത്യത്തിൽ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്കൊരു ക്യാമ്പസ് മൂഡ് നമ്മൾ ആസ്വദിക്കുന്നു, ഒരു മെഡിക്കൽ കോളേജ് മൂഡ് നമ്മൾ ആസ്വദിക്കുന്നു, ലൈഫിൻ്റെ സകലമാന സ്പേസും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഭാഗ്യം. മൂക്ക് കിട്ടിയിട്ടില്ല. സത്യത്തിൽ നിങ്ങൾ 3 പേരിൽ ഏറ്റവും ഭാഗ്യവതി മോളെ സമ്നയാണെന്ന് ഞാൻ പറയും. നിനക്കാണ് ഈ പറയുന്ന രസമുള്ള സ്പേസ് ഒക്കെ ആസ്വദിക്കാൻ പറ്റുക. അതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ കാണണം കേട്ടോ. പിന്നെ ടീച്ചേഴ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കോട്ടയത്ത്? അവരൊക്കെ പോസിറ്റീവായിരുന്നോ? ചേച്ചി അനിയത്തിയാന്ന് അറിഞ്ഞപ്പോൾ അവരുടെ ഭാവം എന്തുണ്ടായിരുന്നു? ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്ന? രണ്ടുപേരും ഒന്നിച്ചൊരു സ്ഥലത്താവും എന്ന് ഉറപ്പിച്ചിരുന്നു എല്ലാവരും ഹാപ്പി ആയിരുന്നു. പിന്നെ മെൻറ്റേഴ്സ് ഒക്കെയാണ്? മെൻറ്റേഴ്സ് ഭയങ്കര, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് തുറന്ന് സംസാരിക്കാം അവരോട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും പറയാം അവരോട്, ഒരു സൊല്യൂഷൻ തരും നമുക്ക്. നല്ലതായിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് കോട്ടയത്ത് വന്ന് പഠിക്കുക നിങ്ങൾ വരുമായിരുന്നു? ഉമ്മച്ചി ഉപ്പച്ചിയും ട്രിവാൻഡ്രത്ത് നിന്ന് കോട്ടയം ഹോസ്റ്റലിൽ കാണാൻ വേണ്ടിയൊക്കെ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. ഇഷ്ടമായിരുന്നു അവർക്ക് ആ ഹോസ്റ്റലും ഒക്കെ? നീറ്റ് എഴുതാൻ എവിടെ നിന്നാണ് പോയത്? ഹോസ്റ്റലിൽ നിന്നാണോ പോയത് രണ്ടുപേരും? നീറ്റ് എഴുതാൻ നിങ്ങൾ പോകുന്നതിൻ്റെ അന്ന് രാവിലെ നിങ്ങളുടെ ടീച്ചേഴ്സ് അങ്ങോട്ട് വന്നു അല്ലേ? ഞാൻ പുലർച്ചക്ക് അവരെ വിളിക്കുന്ന സമയത്ത്, ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് പോവല്ലേ, അവരോടൊക്കെ ഒരു ഓൾ ദി ബെസ്റ്റ് പറയണമെന്നൊക്കെ പറഞ്ഞ് ഒരു വോയിസ് ഒക്കെ അയച്ചു കൊടുത്തിരുന്നു. കേട്ടിരുന്ന വോയിസൊക്കെ? നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വോയിസ് ഞാൻ അയച്ചു. അപ്പോൾ അയച്ചപ്പോൾ അത് അവർക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അത് ഞങ്ങൾ അവരുടെ ഹോസ്റ്റലിന് മുമ്പിലാന്ന് പറഞ്ഞു. ഞാൻ പുലർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളുടെ ടീച്ചേഴ്സ്, അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു പറയും നിങ്ങളൊക്കെ അവിടുന്ന്. ആ ഒരു മൂഡ് സത്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? എൻട്രൻസിന് പോകുമ്പോൾ കുറേ പേരുടെ പ്രതീക്ഷയാണ്, ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഞങ്ങൾ ഇങ്ങനെ യാത്രയാക്കുകയാണ്, അവരെല്ലാം ഞങ്ങളുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെയുള്ള ഫീൽ ഉണ്ടായിരുന്നു? അവിടെ ചെന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എൻട്രൻസ് ഹാളിൽ ചെന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടിയപ്പോഴുള്ള ഫീൽ? ഒന്നുമില്ല. നമ്മൾ അതുവരെ എഴുതിയ പരീക്ഷയൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ടോ? രസമുണ്ടായിരുന്നു. പിന്നെ വേറെന്തൊക്കെയാണ് ഇപ്പം തോന്നുന്നു? ഇനി എന്താ പരിപാടി? വെക്കേഷനൊക്കെ ആയി, നമുക്ക് കുറേ ദിവസമൊക്കെ. ഫാർമസിയിൽ പോയോ? പോയിട്ടില്ല. പോണ്ടേ നമുക്കിനി? ആ ഫാർമസിയിലൊക്കെ പോകണ്ടേ അല്ലേ? നമ്മുടെ ഇത്തീനെയും കൂട്ടിയിട്ട് അവിടെ പോയി 3 പേരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ ഫ്രെയിം ചെയ്ത് വെക്കണ്ടേ നമുക്ക് അല്ലേ? കുട്ടിക്കാലത്ത് നിങ്ങൾ 3 പേരും കൂടെ ഫാർമസിയിൽ നിന്ന് എടുത്ത പടമുണ്ടോ, ഫോട്ടോ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ആ 2 ഫോട്ടോ ഇങ്ങനെ വെക്കായിരുന്നു, അന്ന് ഇന്ന് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെക്കായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ വേറെന്താ? ഉപ്പച്ചി എന്ത് പറയുന്നു? ഭയങ്കര ഹാപ്പിയാണ്. എന്തൊക്കെയാ ഉപ്പച്ചിയെ കുറിച്ച് അങ്ങനെ ഓർമ്മിച്ച് പറയാനുള്ളത്? ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇത്തരം പലതരം ആക്ഷേപങ്ങളൊക്കെ കേട്ടിട്ടും അതിനൊന്നും ചെവി കൊടുക്കാതെ പോയൊരു ഉപ്പച്ചിയല്ലേ? എന്താ പറയാനുണ്ടാവുക? എപ്പോഴും പറയും എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഉമ്മച്ചി ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ എന്നിട്ട് ടെസ്റ്റ് ഒന്നും എഴുതിയില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ടൈമിൽ വാപ്പച്ചിക്ക് മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ വാപ്പച്ചി ഉമ്മച്ചി ഇത് പറഞ്ഞേ എങ്കിൽ ഫാർമസി ഡിഫാം പഠിക്കാൻ പോകും. അങ്ങനെ ഞാൻ 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഉമ്മച്ചി ഡിഫാം പഠിക്കാൻ പോകും. മോള് 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ഉമ്മച്ചി ഡിഫാം? അപ്പൊ എല്ലാരും ഭയങ്കര രസമുള്ള സ്റ്റോറിയാണല്ലോ. എന്നിട്ട് അത് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? നിങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഉമ്മച്ചി പഠിക്കാൻ പോകുന്നു അല്ലേ? 3 പെൺകുട്ടികൾ വീട്ടിലുണ്ട്, എന്നിട്ട് ഉമ്മച്ചി ഡിഫാം പഠിക്കാൻ പോകുന്നു. ഡിഫാം ഉമ്മച്ചിക്ക് കിട്ടി അല്ലേ? എന്നിട്ട് ഫാർമസിയിലേക്ക് വരുന്നു. അപ്പൊ അത്രമേൽ വാപ്പച്ചി ഇങ്ങനെ എഡ്യൂക്കേഷന് കൂടെ നടന്നൊരു വാപ്പയാണല്ലേ? പിന്നെ സ്കൂളിലൊക്കെ ഉള്ള ടീച്ചേഴ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മുമ്പ് പഠിച്ച സ്കൂളിലൊക്കെ ഉള്ള ഏത് സ്കൂളിലാണ് ട്രിവാൻഡ്രത്ത് പഠിച്ചത്? കല്ലറ. രണ്ടുപേരും? ചേച്ചിയോ? നമ്മളുടെ അപ്പം ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിൽ പോയി പഠിച്ച 3 പേര് ഒന്നിച്ച് ഡോക്ടേഴ്സ് ആവുകയാണ്. അറിഞ്ഞോ അവരൊക്കെ ഇത്? അവരും അറിഞ്ഞിട്ടില്ല. അവരിതറിയാൻ പോവാണ് അല്ലേ? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ന്യൂസാണ്. നിങ്ങളുടെ നാടിനെ സംബന്ധിച്ച് വെഞ്ഞാറമൂട് അല്ലേ? വെഞ്ഞാറമൂട് ഞാൻ വന്നിട്ടില്ല. സൈലത്തിന് ശ്രീകാര്യത്ത് ക്യാമ്പസ് ഉള്ളതുകൊണ്ട് അവിടെ പോയി എന്നല്ലാതെ വെഞ്ഞാറമൂട് പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളുടെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒക്കെ സ്ഥലം എന്നുള്ളത് കൊണ്ട് ആ സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വരും ഒരിക്കലും എന്തായാലും വീട്ടിൽ. കാരണം എനിക്ക് നിങ്ങളുടെ ഇത്തിയും കൂടെ ഒന്ന് കാണണം. അല്ലാത്ത എന്തെങ്കിലും കാഴ്ചയുണ്ട്? ഈ എഡ്യൂക്കേഷൻ ഒക്കെയുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ടോ?
പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നി ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഈ എഡ്യൂക്കേഷനൊക്കെ ഉള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, വലിയ എഡ്യൂക്കേഷനുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം അവരുടെ മക്കൾ ഇങ്ങനെ ഇത് പഠിക്കുമായിരിക്കും എൻട്രൻസ്, അതായത് ഇപ്പോൾ 12th കഴിഞ്ഞ് നിൽക്കുമായിരിക്കും. അപ്പോൾ അപ്പോഴാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൈലത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലേ അവിടെ പൊക്കൂടെ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് നെക്സ്റ്റ് ഇയർ അവരുടെ മോള് സൈലത്തിൽ തന്നെ ജോയിൻ ചെയ്തു. ഇപ്പൊ എല്ലാവരും ഇരട്ട ജീവിതം ജീവിക്കുന്ന മക്കൾ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാവുമെന്നും പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം പലപ്പോഴും എന്നെ ഞെട്ടിച്ചിട്ടുള്ളത്, ഞാൻ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പോകുമ്പോൾ ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും എന്നെ ഞെട്ടിച്ചിട്ടുള്ളത്, നമ്മളൊക്കെ എഡ്യൂക്കേഷൻ മനുഷ്യനെ കുറച്ചുകൂടെ നന്നാക്കും എന്നൊക്കെ വിചാരിക്കുമ്പോൾ പലരും അത് നന്നാക്കാത്ത കാഴ്ചയാണ് ഞാൻ കാണാറുള്ളത്. അത്ര എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്ത സാധാരണ മനുഷ്യർന്നൊക്കെ നാം വിളിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഇമോഷനൊക്കെ മനസ്സിലാവുന്ന കാഴ്ചയും ഞാൻ കാണാറുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മക്കളെ എന്നോട് പറയുന്നുണ്ട്, നിർത്തി അല്ലേ എന്ന് ചോദിച്ചത്. അപ്പോൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തം വേണം പാരൻ്റൽ ഓഡിയൻസിന്. പാരൻ്റൽ ഓഡിയൻസിന് ഞാൻ സത്യത്തിൽ പാരൻ്റൽ ഓഡിയൻസ് എന്നുള്ള വാക്കുപോലും പ്രയോഗിക്കരുത്. നമ്മുടെ ആരുടെയും രക്ഷാകർത്താവല്ല എന്ന ബോധ്യത്തിലേക്ക് സ്വയം വളരലാണ് എപ്പോഴും നല്ലത്. നമ്മളും നമ്മളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ ഇൻഡിപെൻഡൻ്റുമാണ്. അവരൊക്കെ വലിയ മനുഷ്യരും ഇൻഡിപെൻഡൻ്റുമാണ്. ചുമ്മാ അവരുടെ രക്ഷാകർത്താവണ്ട നമ്മൾ. അഥവാ നമ്മൾ അവരുടെ രക്ഷാകർത്താവാണ് എന്നൊരു തോന്നൽ നമുക്ക് എങ്ങാനും വന്നു പോയാൽ ആ തോന്നൽ എപ്പോഴും കുറച്ചുകൂടെ ഉത്തരവാദിത്വമുള്ള തോന്നലായിരിക്കണം. അവർ കുറച്ചുകൂടെ പഠിക്കട്ടെ, വലുതാവട്ടെ, ഗംഭീരരാവട്ടെ, അവരങ്ങനെ പറന്ന് മുകളിലോട്ട് പോവട്ടെ എന്നൊക്കെ ചിന്തിക്കാനുള്ള മാനസിക വലിപ്പത്തിൻ്റെ കൂടെ പേരാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ ഉയർന്നില്ല എങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസവും 3 പെൺകുട്ടികൾ സൈലത്തിൽ വന്ന് ഒന്നിച്ചിരുന്നിട്ട് കണ്ടിരുന്നവരെ, അവർ 3 പേര് ഒന്നിച്ചിരുന്ന് എന്നോട് ഇതുപോലൊരു കഥ പറഞ്ഞു. ഉപ്പയൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് ലോണൊന്നും കൊടുക്കാതെ ഇറക്കി വിട്ടിട്ട് അങ്ങേയറ്റം സ്ട്രഗിൾ ചെയ്ത് അവരെല്ലാവരും എന്ത് ചെയ്തത് MBBSലേക്ക് സുരക്ഷിതമായി കാലുവെച്ച കാഴ്ച ഞാൻ കണ്ടു. ഇങ്ങനെ കുറേ പേരൊരു ഒരു പെൺകുട്ടികളുടെ ഒരു കൂട്ടം ഇങ്ങനെ വലിയ ദൂരം നടക്കുന്നത് കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അഭിമാനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷത്തിലാണ് സത്യത്തിൽ ഞാൻ നിങ്ങൾക്കൊപ്പം ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷത്തെ ആളുകൾ നിങ്ങളെ കേൾക്കുന്നുണ്ട്, അവർ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. രണ്ടുപേർക്കും ഒന്നും പറയാനില്ല. ഇഷ്ടമുള്ള പോലെ പഠിക്കട്ടെ. അങ്ങനെ സമ്നയ്ക്കും സഫയ്ക്കും പറയാൻ പറ്റും, ഞങ്ങൾ ആരുടെയും ജീവിതത്തിൽ ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാണ്. കാരണം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. ആരും ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ, അതിന് ചെവി കൊടുക്കാതെ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്ത് ഇരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. സ്വാഭാവികമായും അവർക്ക് നിങ്ങളോടും അത് തന്നെയാണ് പറയാനുള്ളാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പഠിക്കുക, ആസ്വദിച്ച് പഠിക്കുക, ഒട്ടും സ്ട്രെസ് ഇല്ലാതെ പഠിക്കുക, അല്ലേ? അതൊക്കെയല്ലേ നേരത്തെ പറഞ്ഞു കൊടുക്കുന്നത്. ഒട്ടും സ്ട്രെസ് ഇല്ലാതെ പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് അവർക്ക് പറയാനുള്ള. ദീർഘനേരമായി ഈ സൈലത്തിൻ്റെ ഈ ക്യാമ്പസിലേക്ക്, സത്യത്തിൽ കോട്ടയത്തല്ല, ഞങ്ങളിപ്പോൾ തൃശ്ശൂരാണ് ഇരിക്കുന്നത്. അവരങ്ങ് ട്രിവാൻഡ്രത്ത് നിന്ന് രാവിലെ എത്ര മണിക്ക് ഇറങ്ങി? 5:30 മണി അല്ലേ? റിസൾട്ടൊക്കെ വന്നതിൻ്റെ സന്തോഷത്തിൽ 5:30 മണിക്ക് പുറപ്പെട്ടതാണ് ഇങ്ങോട്ടേക്ക് വന്ന് എന്നെ കാണാൻ വേണ്ടി. അതിൻ്റെ ഭയങ്കര സന്തോഷം നിങ്ങളെ കാണുമ്പോൾ എനിക്കുണ്ട്. ഇനി ഞാനൊരു 5:30 മണിക്ക് പുറപ്പെട്ടിട്ട് അങ്ങ് വരും ട്രിവാൻഡ്രത്തേക്ക്. ഓക്കെ. അപ്പം നമ്മളിങ്ങനെ ഇവരുടെ വിശേഷങ്ങൾ കേൾക്കുന്നതിനിടയിൽ ഉമ്മച്ചയെക്കുറിച്ചും ഉപ്പച്ചയെക്കുറിച്ചൊക്കെ ഇവരിങ്ങനെ അങ്ങനെയല്ലേ വിളിക്കാറുണ്ടായിരുന്നു? ഉപ്പച്ചെന്നോ വാപ്പച്ചെന്നോ? എന്താ വിളി? വാപ്പച്ചി. ഉമ്മച്ചയെക്കുറിച്ചും വാപ്പച്ചയെക്കുറിച്ചും ഒക്കെ ഇവരിങ്ങനെ പറയുകയായിരുന്നു. മുഴുവൻ കഥകൾ ഇവർ പറഞ്ഞു. ഉമ്മച്ചി പഠിക്കാൻ പോയ കഥ, അതൊക്കെ കണ്ട് 4ാം ക്ലാസ് മുതൽ തോന്നിയ ഇൻസ്പിറേഷൻ്റെ കഥ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവരിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പേ ജിഷ്ണു സാറാണ് കൂടെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ കോട്ടയം സെൻ്ററിലുള്ള ആളുകളെ കാണുന്ന സമയത്ത് കോട്ടയം സെൻ്ററിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ സാറാണ് അവിടുത്തെ അക്കാഡമിക് കോർഡിനേറ്റ് ചെയ്തിരുന്നത്, അക്കാഡമിക്സിനെ കോർഡിനേറ്റ് ചെയ്തിരുന്നതൊക്കെ ഞാൻ പറയുകയും സാറിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ കുറേ പേര് ഞാൻ ചോദിക്കുന്നുണ്ട്, എവിടെ എന്നിട്ട് ജിഷ്ണു സാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാറിനെയും കൂടെ യൂട്യൂബ് കൊണ്ടുവരൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജിഷ്ണു സാർ. സാറിനെയും കൂടെ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നൊന്നുമല്ല, ഇവർ രണ്ടുപേരും ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ വഴിയിൽ നിന്ന് കോട്ടയത്ത് നിന്ന് ജിഷ്ണു സാറും കൂടെ കയറിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം അങ്ങനെ ഒരാളുടെ ലൈഫിനെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജിഷ്ണു സാർ. ഇവരും പോയി അല്ലേ? 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ക്യാമ്പസിൽ അങ്ങ് പോയി അല്ലേ? എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നില്ലേ? ഇങ്ങനെ ഉണ്ടായിരുന്നു ആ തിരിച്ചു കൊണ്ടുവന്ന അവസ്ഥ? നിർബന്ധിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവരെ തിരിച്ചില്ല? അതിനകത്ത് എനിക്ക് തോന്നുന്നു സമ്മയായിരുന്നു ഇങ്ങനെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ്. എനിക്ക് തോന്നുന്നു ഉമ്മ എന്നെ വിളിച്ചു പറയുന്നത് എല്ലാം പാക്ക് ചെയ്തു കൊണ്ടുപോകാം,
പാക്ക് ചെയ്തിട്ട് അറിയുന്നത് അല്ലേ? എല്ലാം പാക്ക് ചെയ്ത് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പോവാന്ന് പറയാനാണ് വിളിച്ചത്. അപ്പോൾ ക്യാമ്പസിൽ എന്തോ ഒരു കാര്യത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഞാൻ ഒരു അരമണിക്കൂർ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഇവരെ പോയി കാണുന്നത്. ഇവര് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അന്ന് ഉമ്മയും അപ്പയും വന്നിട്ടുണ്ട്? അല്ല, ഉമ്മയും അപ്പയും ഇവരെ കയറ്റി അവിടെ നിന്നെല്ലാം റെഡിയാക്കി പോകാനായിട്ട്. ഇവർ രണ്ടുപേരും കൂടെ പോകാൻ പാക്ക് ചെയ്ത് റെഡി രണ്ടുപേരും ഒറ്റയ്ക്ക് പോകാറുണ്ടായിരുന്നു ട്രിവാൻഡ്രത്തേക്കൊക്കെ? അപ്പോൾ അങ്ങനെ പോകാനായിട്ട് പാക്ക് ചെയ്ത് നിന്നിട്ടാണ് ഞാൻ പോയി സമ്നയോട് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വണ്ടി പോലും കിട്ടിയില്ല, ഏതോ ബൈക്കിനാണ് ഞാൻ അവിടെ എത്തിയാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അവരെ സംസാരിച്ച് പോകാൻ പോയത് വെറുതെ ആയില്ല. ഇനി തിരുവനന്തപുരത്തേക്ക് തന്നെ പോകുന്നുണ്ട് ഡോക്ടറായിട്ട് എന്നതാണ് വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്. ഭയങ്കര രസമായിട്ട് ഞാനിത് കേൾക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ്. കാരണം കോഴിക്കോട്ടെന്ന് സത്യത്തിൽ ഞങ്ങൾ ആരും അറിഞ്ഞ, ഞാനോ അനന്തോ ഒന്നും അറിയുന്ന കഥകളല്ല ഇതൊന്നും. ഇപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. ഞങ്ങളുടെ ഓരോ ക്യാമ്പസും എത്രമേൽ കുഞ്ഞുങ്ങളെ കാണുന്നു, ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ എക്സ്ക്ലൂസിവിറ്റികളാണ് സത്യത്തിൽ ഇത്തരം ഓരോ വിശേഷങ്ങളും. സാർ ഇത് പറയുമ്പോൾ ഒരു ബൈക്കിനൊക്കെ ഓടിപ്പിടിച്ച് വന്ന് ഇവരെ കണ്ട് പോവരുത്, തിരിച്ചു വരണം എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലുള്ളൊരു വിഷനുണ്ട്. തിരിച്ചു വന്നാൽ ഇവർ 700 മാർക്കിനടുത്തൊക്കെ സ്കോർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള കുട്ടികളാണെന്ന്, ഇവർ രണ്ടുപേർക്കും MBBS ഉറപ്പിക്കാൻ പറ്റും, അതിനുള്ള ശേഷിയുണ്ടെന്ന് ഇവരെക്കാൾ നന്നായി തിരിച്ചറിയുന്നുണ്ട് ജിഷ്ണു സാറായാലും കോട്ടയത്തെ ടീച്ചേഴ്സ് ആയാലും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ്. വിളിക്കാറുണ്ടായിരുന്നു ജിഷ്ണു സാറിനെയൊക്കെ ഉമ്മയൊക്കെ വീട്ടിൽ നിന്ന്? എങ്ങനെ ഉണ്ടായിരുന്നു? ജിഷ്ണു സാർ ഇവിടെ നിൽക്കുമ്പോഴും കാര്യമാക്കണ്ട പറഞ്ഞു? ഹാപ്പിയാണോ സത്യത്തിൽ കോട്ടയം സൈലത്തിൽ പഠിച്ചതിൽ ഇവർ രണ്ടുപേരും? ഉപ്പയോ ഹാപ്പിയാണ്? ഇപ്പൊ എന്ത് തോന്നുന്നുണ്ട് ഇവരുടെ ഒരു ഈ ഒരു അച്ചീവ്മെന്റിൽ? നമുക്കൊരു സംരക്ഷണം ഉണ്ടെന്നുള്ളൊരു ഫീലുണ്ടായിരുന്നു. കൃഷ്ണൻ സാറിന്റെ സപ്പോർട്ടും ആയാലും ഫാക്കൽറ്റീസിന്റെ ആയാലും നല്ല സപ്പോർട്ടും എല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ മോളിങ്ങനെ രണ്ടുപേരും എന്നോട് ഇങ്ങനെ പറയുണ്ടായിരുന്നു, 3 പെൺകുട്ടികളാണ് വീട്ടില്. അപ്പോൾ ഉപ്പയും ഉമ്മയൊന്നും ഒരിക്കലും ഞങ്ങളെ മുമ്പിൽ അത് കാണിക്കില്ല. അവരോടൊക്കെ ആളുകൾ പലതും ചോദിക്കുമ്പോൾ അവർക്കൊക്കെ വിഷമമൊക്കെ വരുന്നുണ്ടാവും. കല്യാണമൊക്കെ കഴിക്കാനായി എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ, പിന്നെ അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ പഠിപ്പിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, വർഷങ്ങൾ വേസ്റ്റ് ചെയ്യല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യത്തിൽ സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷെ ആ സങ്കടമൊന്നും ഞങ്ങളെ മുമ്പ് കാണിക്കാതിരിക്കുന്നതാണ് എന്നൊക്കെ ഇവരെന്നോട് പറഞ്ഞു. സത്യത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പൊ പറയും, ഇവർക്ക് വിഷമമൊന്നും ആവില്ല. സത്യത്തിൽ സങ്കടം വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? സങ്കടമൊന്നും വന്നിട്ടില്ല. അതെന്നോട് പറഞ്ഞു, വാപ്പച്ചി എപ്പോഴും സപ്പോർട്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ആവണം അങ്ങനെ ആകണം. ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഉമ്മച്ചി എനിക്ക് അല്ലേ ഉമ്മച്ചിയെ പഠിക്കാൻ വിടുന്ന കാര്യത്തിൽ എഡ്യൂക്കേഷനിൽ വാപ്പച്ചിക്ക് എപ്പോഴും ഭയങ്കര റോൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. തിരിച്ചു പറഞ്ഞിട്ടുണ്ടോ ഉമ്മച്ചി എപ്പോഴെങ്കിലും? ഇല്ല, ഞങ്ങൾ അവരെ കൂടെ തിരിച്ചു പറയാനൊന്നും പോയിട്ടില്ല. കൊച്ചുങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഠിച്ച് നല്ല വിജയത്തും കണ്ടെത്തി അവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇവർ പറഞ്ഞു, അവരാരും ഇതുവരെ ഞങ്ങളുടെ മാർക്കൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ അച്ചീവ്മെൻ്റ് ഒന്നും അറിഞ്ഞിട്ടില്ല, അവരാദ്യമായി ഈ വീഡിയോ കാണുമ്പോഴാണ് അറിയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേറെന്താ പറയാനുള്ളത്? അവർക്ക് എന്താ വേറെ പറയാനുള്ളത്? ഈ ഒരു ഹാപ്പി മൊമെന്റിൽ എന്താ പറയാൻ തോന്നുന്നത്? ദൈവത്തിനോട് സ്തുതി പറയുന്നു. പിന്നെ ഈ സ്ഥാപനം നമ്മളെ കുട്ടികൾക്ക് കൊടുത്ത ഒരു സപ്പോർട്ടും ഫാക്കൽറ്റീസും മാനേജ്മെന്റ് കൊടുത്ത സപ്പോർട്ടും നമ്മൾ അനുസ്മരിക്കുന്നു. ഉമ്മയ്ക്കോ എത്രയൊക്കെയാ പറയാനുള്ളത്? ഉമ്മയുടെ ഫാർമസിക്കകത്തെ വളരെ കുട്ടിക്കാലത്ത് ഇവർ 3 പേരും ഒന്നിച്ചിരുന്ന കാലത്തെക്കുറിച്ച് ഇവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, അന്ന് നിങ്ങൾ 3 പേരും ഫാർമസിയിൽ ഒന്നിച്ചിട്ടുണ്ടായിരുന്ന ഫോട്ടോ എങ്ങാനും ഉണ്ടോ എന്ന് ചോദിച്ചു. നമുക്ക് വെള്ളക്കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് തൂക്കേണ്ട 2 ഫോട്ടോ. നോക്കുമ്പോൾ അവർ പറഞ്ഞു, അന്നത്തെ ഫോട്ടോ ഒന്നും ഇല്ല ഫാർമസിക്കകത്തെന്ന് പറഞ്ഞു. എന്നാലും താത്തിയും കുട്ടി ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു ഫോട്ടോ എടുക്കണം കേട്ടോ. എന്നിട്ട് മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഫാർമസിയിൽ നിന്ന് ശേഷം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ തൂക്കണം. ആ ഫാർമസി കൂടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവണം കേട്ടാ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എന്നതല്ലേ ജിഷ്ണു സാറേ? അതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഭയങ്കര അഭിമാനത്തോടുകൂടെ ഞങ്ങൾക്കിങ്ങനെ ചേർത്ത് നിൽക്കാൻ കഴിയുന്ന നിങ്ങളുടെ മക്കളാണ്. ഒരുപാടേറെ ചോദ്യങ്ങളെ, ഒരുപാടേറെ തടസ്സങ്ങളെ, ഒരുപാടേറെ ആലോചനകളെ, ഒരുപാടേറെ ആവലാതികളെ എല്ലാം അതിഗംഭീരമായി വിൽ പവർ കൊണ്ട് മറികടന്ന് ഏറെ ദൂരം മുന്നോട്ട് പോയ ഞങ്ങളുടെ ഏറ്റവും കരുത്തരായ മക്കളാണ്. അവർക്കൊപ്പം നിൽക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള മക്കളാവണം നമ്മുടെ മാതൃക. അവരിലൂടെ ആവണം
ഭാവി എന്ന് പറഞ്ഞുകൊണ്ട് വൈദഗ്ധ്യം. താങ്ക് യു.